മോർണിംഗ് ഓൾ ഓഫ് യു. പ്രൊബബിലിറ്റി സാധ്യതകളുടെ ഗണിതം എന്ന പാഠഭാഗത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പെയറുകളാക്കിക്കൊണ്ടാണ് സാധ്യത കണക്കാക്കിയിരുന്നത്. ഇന്ന് പെയറുകളുടെ എണ്ണം കൂടുതലായിട്ട് വരുന്ന കുറച്ച് പ്രോബ്ലമാണ് പരിചയപ്പെടുന്നത്. ഈ പാഠത്തിലെ അവസാന പാർട്ട് കൂടിയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. യെസ്, ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തുകൊണ്ട് ഇതിലേക്ക് എത്താം. There are 50 mangoes in a basket, 20 of which are unripe. Another basket contains 40 mangoes with 15 unripe. If we take one mango from each basket, first question, what is the probability of both being ripe? Second question, what is the probability of both being unripe? Third question, what is the probability of getting one ripe and the other unripe? Then last question, what is the probability of getting at least one ripe mango? നമുക്ക് ക്വസ്റ്റ്യൻ മലയാളത്തിലൊന്ന് പരിചയപ്പെടാം. ഒരു കുട്ടയിൽ 50 മാങ്ങയുണ്ട്, അതിൽ 20 എണ്ണം പഴുത്തിട്ടില്ല. മറ്റൊരു കുട്ടയിൽ 40 മാങ്ങയുണ്ട്, 15 എണ്ണം പഴുത്തിട്ടില്ല. ഓരോ കുട്ടയിൽ നിന്നും ഓരോ മാങ്ങയെടുത്താൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? രണ്ടും പഴുത്തത് ആകാനുള്ള സാധ്യത എന്ത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടും പഴുക്കാത്തത് ആകാനുള്ള സാധ്യത എന്ത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് പഴുത്തതും ഒന്ന് പഴുക്കാത്തതും ആകാനുള്ള സാധ്യത എന്ത്? നാലാമത്തെ ക്വസ്റ്റ്യൻ ഒന്നെങ്കിലും പഴുത്തത് ആകാനുള്ള സാധ്യത എന്ത്? യെസ്, നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ഓർമ്മിക്കുക. ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം നാം ചെയ്യേണ്ടത് നമുക്ക് ക്വസ്റ്റ്യനിലുള്ള ഇൻഫർമേഷൻ ഈ കാണുന്ന രൂപത്തിൽ നമുക്കിവിടെ എന്ത് ചെയ്യുക, സൂചിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആൻസർ ഷീറ്റിൽ ഇതേപോലെ കള്ളിയൊക്കെ വരച്ച് ചെയ്യുകയാണെങ്കിൽ അത് കുറേ കൂടി കംഫർട്ടായിരിക്കും കേട്ടോ. നോക്കൂ, നമുക്ക് ഫസ്റ്റ് ബാസ്ക്കറ്റിൽ കുറച്ച് മാങ്ങകളെ പറ്റി പറഞ്ഞു അല്ലേ. അതിൽ ടോട്ടൽ തന്നിരുന്നു, എത്രയാണ്? 50 ആണ് അല്ലേ, 50 മാങ്ങകളാണ്. അതിൽ അൺറൈപ്പ് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 20 ആണ്. അങ്ങനെയാണെങ്കിൽ റൈപ്പ് എത്രയായിരിക്കും? 50 മാങ്ങകളുണ്ട്, അതിലെ 20 എണ്ണം പഴുക്കാത്തതാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി 30 അല്ലേ, 30 എന്തായിരിക്കും? റൈപ്പ് അല്ലേ, പഴുത്ത മാങ്ങകളായിരിക്കും. അടുത്ത ബാസ്ക്കറ്റിൻ്റെ കാര്യം എന്താണ്? ആകെ 40 ആണ് അല്ലേ, ശരിയല്ലേ? 40 അല്ലേ? യെസ്, 40 ആണ്. അതിലെ അൺറൈപ്പ് നമുക്ക് തന്നിട്ടുള്ളത് എത്രയാണ്? 15 ആണ്, 15 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ റൈപ്പ് എത്രയായിരിക്കും? 40-ൽ 15 ഇങ്ങോട്ട് മാറ്റി വെച്ച ബാക്കി 25 ആണ് അല്ലേ. യെസ്, 25 മാങ്ങകൾ പഴുത്തതാണ്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ. യെസ്, ഇത്രയും കാര്യങ്ങൾ നാം എഴുതി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് താഴെയുള്ള കാര്യങ്ങളെ പറ്റിയൊന്ന് ചിന്തിക്കാം. നോക്കൂ, ഇതൊക്കെ പെയേഴ്സിൻ്റെ എണ്ണമാണ്. നമുക്ക് പ്രൊബബിലിറ്റി എഴുതുമ്പോൾ ടോട്ടൽ ഔട്ട്കം വേണം, അതുപോലെ തന്നെ ഫേവറബിൾ ഔട്ട്കം വേണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്കിനി ഇവിടെ എഴുതാനുള്ളത്. നോക്കൂ, ആദ്യം ടോട്ടലിനെ പറ്റി ചിന്തിക്കാം. എത്ര പെയറുകൾ ടോട്ടലായിട്ട് വരുന്നുണ്ട് നമുക്കറിയാം. നോക്കൂ, ഈ കാര്യം ഒന്ന് ഓർമ്മിച്ച് നോക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ടോട്ടൽ എന്ന് പറയുന്നത് എന്താണ്? ടി ഇൻറ്റു ടി, മറക്കണ്ട, ടി ഇൻറ്റു ടി. അതിൻ്റെ അർത്ഥം എന്താണ്? ഫസ്റ്റ് ബാസ്ക്കറ്റിലെ ടോട്ടൽ എത്രയാണ്? 50 ആണ്. ദെൻ സെക്കൻഡ് ബാസ്ക്കറ്റിലെ ടോട്ടൽ ആണെങ്കിൽ 40 ആണ്. 50 ഇൻറ്റു 40 അതായിരിക്കും നമ്മുടെ ടോട്ടൽ പെയേഴ്സിൻ്റെ എണ്ണം. അപ്പോൾ നമുക്ക് എങ്ങനെ കാണാം? 50 ഇൻറ്റു 40 ഈസ് ഈക്വൽ ടു 0 മാറ്റി വെച്ചാൽ 4 ഇൻറ്റു 5 ഈക്വൽ ടു 20 ആണ്. ദെൻ ആഡിങ് 2 zeros. 2000 നമുക്ക് ടോട്ടൽ എത്രയാണ് കിട്ടുന്നത്? 2000 ആണ്. നമുക്കിനി പ്രൊബബിലിറ്റി എഴുതുമ്പോൾ എപ്പോഴും ഡിനോമിനേറ്റർ ആയിട്ട് നാം എഴുതേണ്ടത് എന്തായിരിക്കണം? 2000 ആണ്. ഇത്രയും ക്ലിയർ ആണല്ലോ. ദെൻ ഇനി നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? രണ്ടും പഴുത്തത് ആകാനുള്ള സാധ്യതയാണ്. വാട്ട് ഈസ് ദ പ്രൊബബിലിറ്റി ഓഫ് ബോത്ത് ബീങ് റൈപ്പ് അല്ലേ. യെസ്, നമുക്ക് ഇതിൻ്റെ ഇങ്ങനെയുള്ള പെയേഴ്സിൻ്റെ എണ്ണം വേണം, നമ്പർ ഓഫ് ബോത്ത് ബീങ് റൈപ്പ്. യെസ്, എങ്ങനെ നമുക്ക് കണ്ടെത്താം? നോക്കൂ, ബോത്ത് ബീങ് റൈപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടും എന്താവാനുള്ള
റൈപ്പ് അഥവാ പഴുത്തത് ആകാനുള്ള പ്രൊബബിലിറ്റി അല്ലേ. യെസ്, എന്ത് ചെയ്താൽ മതി? ആർ ഇൻറ്റു ആർ. ഓർമ്മിച്ച് വെക്കുക, ടോട്ടൽ ആണെങ്കിൽ ടി ഇൻറ്റു ടി, രണ്ടും റൈപ്പ് ആണെങ്കിൽ ആർ ഇൻറ്റു ആർ. നോക്കൂ, എന്താ അതിനർത്ഥം? ഫസ്റ്റ് ബാസ്ക്കറ്റിലെ റൈപ്പിൻ്റെ എണ്ണത്തെ സെക്കൻഡ് ബാസ്ക്കറ്റിലെ റൈപ്പിൻ്റെ എണ്ണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഗുണിക്കണം. നമുക്ക് എങ്ങനെ എഴുതാം? ആർ ഇൻറ്റു ആർ മീൻസ് 30 അല്ലേ. 30 ഇൻറ്റു 25 ഈസിക്കൽ ടു 0 മാറ്റി വെച്ചാൽ 3 ഇൻറ്റു 25 ഈസിക്കൽ ടു 75 then adding 0 750 അല്ലേ. 750 നമുക്ക് ആൻസർ കിട്ടുക. പ്രൊബബിലിറ്റി നമുക്ക് എഴുതാട്ടോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിൻ്റെ ഇങ്ങനെയുള്ള ബാക്കി കാര്യങ്ങൾ കൂടി എഴുതി വെച്ച് നമുക്ക് ഒരുമിച്ച് പ്രൊബബിലിറ്റി ഡിസ്കസ് ചെയ്യാം കേട്ടോ. ദെൻ രണ്ടും പഴുക്കാത്തത് അതിൻ്റെ പ്രൊബബിലിറ്റിയാണ്. അതായത് വാട്ട് ഈസ് ദ പ്രൊബബിലിറ്റി ഓഫ് ബോത്ത് ബീങ് അൺറൈപ്പ് അല്ലേ. നമുക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. എങ്ങനെയാണ്? നമുക്ക് ആദ്യം അതിൻ്റെ പേഴ്സിൻ്റെ എണ്ണം വേണം. യെസ്, നോക്കൂ, എന്താണ് അതിൻ്റെ ഇക്വേഷൻ? അങ്ങനെ ഇക്വേഷൻ ഒന്നും ഇല്ല കേട്ടോ, നമ്മളിങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി എഴുതി വെച്ചു എന്ന് മാത്രം. രണ്ടും അൺറൈപ്പ്, ബോത്ത് ബീങ് അൺറൈപ്പ് ഈസിക്കൽ ടു യു ഇൻറ്റു യു, അൺറൈപ്പ് ഇൻറ്റു അൺറൈപ്പ്. അതായത് 20 ഇൻറ്റു 15. ഒരു ക്രമം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നേരത്തെ ടോട്ടൽ ആണെങ്കിൽ ടി ഇൻറ്റു ടി അല്ലേ, രണ്ടും റൈപ്പ് ആണെങ്കിൽ 30 ഇൻറ്റു 25 അതായത് ആർ ഇൻറ്റു ആർ. ഇനി രണ്ടും അൺറൈപ്പ് ആവണമെങ്കിൽ യു ഇൻറ്റു യു. ഓക്കെ, ദെൻ എങ്ങനെ എഴുതാ? 20 ഇൻറ്റു 15 അല്ലേ. 2 ഇൻറ്റു 15 ഈസിക്വൽ ടു 30 ദെൻ 0 300 അല്ലേ. നമുക്ക് എത്ര ആൻസർ വന്നു? 20 ഇൻറ്റു 15 സമം 300 എന്ന് നമുക്ക് കിട്ടി അല്ലേ. യെസ്, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ പ്രൊബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൺ റൈപ്പ് ആൻഡ് അനദർ അൺറൈപ്പ്? അതായത് ഒന്ന് പഴുത്തതും ഒന്ന് പഴുക്കാത്തതും ആകാനുള്ള പ്രൊബബിലിറ്റിയാണ്. ഇവിടെ നാം ചെയ്യേണ്ട കാര്യം നോക്കൂ കേട്ടോ. ഒന്ന് റൈപ്പും അനദർ എന്തായിരിക്കണം? അൺറൈപ്പും ആണെങ്കിൽ അതിൻ്റെ പ്രൊബബിലിറ്റി ഓർമ്മിച്ച് വെക്കുക. നമുക്കൊരു ക്രോസ് മെത്തേഡ് ആലോചിച്ചാൽ മതി. ആർ ഇൻറ്റു യു അല്ലേ, ആർ ഇൻറ്റു യു. അപ്പോഴല്ലേ റൈപ്പും അൺറൈപ്പും ആവുക അല്ലേ. ആർ ഇൻറ്റു യു പ്ലസ് യു ഇൻറ്റു ആർ, ആർ ഇൻറ്റു യു പ്ലസ് യു ഇൻറ്റു ആർ. മനസ്സിലായോ? ആർ ഇൻറ്റു യു പ്ലസ് യു ഇൻറ്റു ആർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, നോക്കൂ, ഇങ്ങനെ ഒന്ന് വരച്ച് കഴിഞ്ഞാൽ കുറേ കൂടി എളുപ്പമാവും കേട്ടോ. അതായത് 30യെ നാം 50 കൊണ്ട് എന്ത് ചെയ്യണം? ഗുണിക്കണം അല്ലേ. 30 ഇൻറ്റു 15 പ്ലസ് ദെൻ 20 ഇൻറ്റു 25. നോക്കൂ, 30 ഇൻറ്റു 15 പ്ലസ് 20 ഇൻറ്റു 25, ആർ ഇൻറ്റു യു പ്ലസ് യു ഇൻറ്റു ആർ. യെസ്, അപ്പം അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ പേഴ്സിൻ്റെ എണ്ണം കാണേണ്ടത് കേട്ടോ. യെസ്, എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാം? 30 ഇൻറ്റു 15 ഈസിക്വൽ ടു 450 അല്ലേ, 45 വരും. ദെൻ 20 ഇൻറ്റു 25 യെസ് 500. ടോട്ടൽ ആണെങ്കിൽ എത്ര എഴുതാം? യെസ് 950. എത്ര എഴുതാം? ടോട്ടൽ നമുക്ക് 950 എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു. ഇനി നമുക്ക് പ്രൊബബിലിറ്റി എഴുതണം. യെസ്, ഇനി നമുക്ക് ആൻസർ എഴുതൽ എളുപ്പമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? രണ്ടും പഴുത്തത് അല്ലേ, ബോത്ത് ബീങ് റൈപ്പ്. അതിൻ്റെ ആൻസറാണ് വേണ്ടത്. അതിൻ്റെ പ്രൊബബിലിറ്റി നമ്മൾ എങ്ങനെ എഴുതാ? യെസ് 750 ബൈ എത്ര എഴുതാ? 2000. യെസ്, ടോട്ടൽ താഴെ എഴുതി. നമ്മുടെ ഫേവറബിൾ ആയിട്ടുള്ള പേഴ്സിൻ്റെ എണ്ണം എത്രയാണ്? 750 അപ്പോൾ അടുത്ത് എങ്ങനെ എഴുതാം? രണ്ടും പഴുക്കാത്തത് എങ്ങനെ എഴുതാം? യെസ് 300 ഡിവൈഡഡ് ബൈ 2000. യെസ്, ഒന്ന് പഴുത്തതും ഒന്ന് പഴുക്കാത്തതും അല്ലേ. നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൻ്റെ നമ്പേഴ്സ് ഇവിടെ ഉണ്ട്. ടോട്ടൽ നമ്പേഴ്സ് എത്രയാണ്? 950 ആണ് അല്ലേ. 950 ഡിവൈഡഡ് ബൈ 2000.
ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ബാക്കിയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അവസാന ക്വസ്റ്റ്യൻ നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിൽ നിന്നും ഓരോ മാങ്ങകൾ വീതം എടുക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ്, അതായത് ഒന്നെങ്കിലും റൈപ്പ് ആവാനുള്ള അഥവാ പഴുത്തത് ആകാനുള്ള സാധ്യത എന്ത് എന്നുള്ളതാണ്. ഒന്നെങ്കിലും, ഒന്ന് എന്നല്ല, ഒന്നെങ്കിലും പഴുത്തത് ആകാനുള്ള സാധ്യത. വാട്ട് ഈസ് ദ പ്രൊബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് വൺ റൈപ്പ്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോക്കൂ, നമ്മളടുത്ത് ഇപ്പോൾ 3 ടൈപ്സ് അല്ലേ പേഴ്സ് ഉണ്ട്. ഒന്നെന്താണ്? രണ്ടും പഴുത്തതാണ് അല്ലേ, ബോത്ത് ബീങ് റൈപ്പ് ആണ്. ദെൻ ബോത്ത് ബീങ് അൺറൈപ്പ് ആണ്. ദെൻ വൺ റൈപ്പ് ആൻഡ് അനദർ അൺറൈപ്പ്. ഇങ്ങനെയുള്ള 3 കാറ്റഗറി നമ്മളടുത്തുണ്ട്. ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഒന്നെങ്കിലും റൈപ്പ് ആവാനുള്ള പ്രൊബബിലിറ്റിയാണ്. ശ്രദ്ധിക്കണം കേട്ടോ, ഒന്നെങ്കിലും റൈപ്പ് ആവാനുള്ള പ്രൊബബിലിറ്റിയാണ്. ഇതിൽ നമ്മുടെ ഈ 3 വിഭാഗം എടുത്തു കഴിഞ്ഞാൽ എവിടെയൊക്കെ റൈപ്പായിട്ടുള്ള മാംഗോസ് ഉൾപ്പെടുന്നുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ മതി. 2 ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും. ഓക്കെ, നോക്കാം. രണ്ടും പഴുത്തത്. ഇതിൽ പഴുത്തത് വരുന്നുണ്ടോ? റൈപ്പ് വരുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒക്കെ റൈപ്പാണ് അല്ലേ. നമുക്ക് ഈ ഒരു എണ്ണം വേണം. പിന്നെ രണ്ടും പഴുക്കാത്തത്, ഇതിൽ റൈപ്പായിട്ട് വരുന്നുണ്ടോ? രണ്ടും പഴുക്കാത്തതിൽ റൈപ്പ് വരുന്നുണ്ടോ? ഇല്ല. യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്ന് ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബാക്കിയുള്ളതിൽ ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടോ. അതായത് നോക്കൂ, ഒന്ന് പഴുത്തതും ഒന്ന് പഴുക്കാത്തതും എന്ന് പറയുമ്പോൾ അതിൽ റൈപ്പ് വരുന്നുണ്ടല്ലോ അല്ലേ. ഒരു റൈപ്പും ഒരു അൺറൈപ്പും അല്ലേ. അപ്പം അതിലും എന്ത് വരുന്നുണ്ട്? റൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ 3 വിഭാഗത്തിലെ ഒന്ന് നമുക്ക് ഒഴിവാക്കാം. ബാക്കി 2 എണ്ണം അതിൻ്റെ സമ്മ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അറ്റ്ലീസ്റ്റ് എന്ന് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയി കേട്ടോ. നോക്കൂ, 750 അല്ലേ പ്ലസ് 950 നമുക്കറിയാം. യെസ്, 1700 അതായത് 1700. ഇപ്പം നമുക്കതിൻ്റെ പ്രൊബബിലിറ്റി എങ്ങനെ എഴുതാം? 1700/2000. ഓക്കെ, യെസ്. അപ്പോൾ ഈ കണക്കിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, അറ്റ്ലീസ്റ്റ് ചോദിച്ച് എന്താണോ ചോദിച്ചിട്ടുള്ളത് അത് 3 വിഭാഗങ്ങളാക്കി തരംതിരിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് അത് ഉൾപ്പെടാത്ത ഗ്രൂപ്പിൽ അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള നമ്പേഴ്സ് അവയുടെ സമ്മ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും കേട്ടോ. ഇത്തരത്തിലുള്ള കണക്ക് നമുക്ക് ഒന്നും കൂടി ഒന്ന് പരിചയപ്പെടാം. In class 10A, there are 30 boys and 20 girls. In 10B, there are 15 boys and 25 girls. One student is to be selected from each class. Question number 1. What is the probability of both being girls? Second question. What is the probability of both being boys? Third question. What is the probability of one boy and one girl? And the last question. What is the probability of at least one boy? മലയാളം മീഡിയം കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ ഒരു പക്ഷേ മനസ്സിലായിട്ടുണ്ടാവില്ല. 10A ക്ലാസ്സിൽ 30 ആൺകുട്ടികളും 20 പെൺകുട്ടികളുമുണ്ട്. 10B ക്ലാസ്സിൽ 15 ആൺകുട്ടികളും 25 പെൺകുട്ടികളുമുണ്ട്. ഓരോ ക്ലാസ്സിൽ നിന്നും ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടും പെൺകുട്ടികളാകാനുള്ള സാധ്യത എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടും പെൺകുട്ടികളാകാനുള്ള സാധ്യത എന്താണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആകാനുള്ള സാധ്യത എന്താണ്? നാലാമത്തെ ക്വസ്റ്റ്യൻ, ഒരാൺകുട്ടിയെങ്കിലും ആകാനുള്ള സാധ്യത എന്താണ്? ഓക്കെ, യെസ്. നമുക്ക് ആൻസറിലേക്ക് കടക്കാം. ആദ്യം നാം ചെയ്യേണ്ട കാര്യം നാം മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ സൂചിപ്പിക്കലാണ്. 2 ഡിവിഷനാണ് നമുക്കുള്ളത്, 10A 10B. 10th Aയിൽ ബോയ്സിൻ്റെ എണ്ണം 30 ആണ്, ഗേൾസിൻ്റെ എണ്ണം 20 ആണ്. ടോട്ടൽ നമുക്കറിയാം എത്രയാണ്? 50 ആണ് വരിക. ദെൻ 10Bയിലാണെങ്കിൽ എത്രയാണ്? ബോയ്സിൻ്റെ എണ്ണം 15, ഗേൾസിൻ്റെ എണ്ണം 25, ടോട്ടൽ 40 ആണ്. ഇത്രയും കാര്യങ്ങൾ നാം ചെയ്താൽ നമുക്കിനി ആൻസർ ചെയ്യുക എന്നുള്ളത് എളുപ്പം ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് ടോട്ടൽ പെയേഴ്സ്
അഥവാ ആകെ ജോഡികളുടെ എണ്ണമാണ് വേണ്ടത്. നമുക്കറിയാം ടോട്ടൽ കാണണമെങ്കിൽ ടി ഇൻറ്റു ഡി. ഫസ്റ്റ് ഡിവിഷനിലെ ടോട്ടൽ 50 ആണ്, രണ്ടാമത്തെ ഡിവിഷനിലെ ടോട്ടൽ 40 ആണ്. അങ്ങനെയാണെങ്കിൽ 50 ഇൻറ്റു 40 ഈസ് ഈക്വൽ ടു 2000 അഥവാ 2000 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, യെസ്. നമുക്കിനി ആദ്യ ക്വസ്റ്റ്യൻ പരിശോധിക്കാം. നമ്മോട് ആവശ്യപ്പെട്ടത് എന്താണ്? രണ്ടും പെൺകുട്ടികൾ ആകാനുള്ള സാധ്യത അഥവാ ബോത്ത് ബീയിങ് ഗേൾസ്, ദ പ്രൊബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്. നമുക്കറിയാം ജി ഇൻറ്റു ജി അഥവാ 20 ഇൻറ്റു 25 ഈസ് ഈക്വൽ ടു 500 അല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രൊബബിലിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? 500/2000. നമുക്ക് ഒന്ന് സിംപ്ലിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ 1/4 അഥവാ 2 സീറോകളും കട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ 5/20 ആണ് വരിക. 5/20 ഈസ് ഈക്വൽ ടു 1/4 ആണ്. ഓക്കെ, പറ്റുമെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ 500/2000 എന്ന് എഴുതി വെച്ചാലും മതി. ഓക്കെ, യെസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് പേഴ്സ് ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ്. ബോയ്സിൻ്റെ പ്രൊബബിലിറ്റിയാണ്, രണ്ടും ബോയ്സ് ആവാനുള്ള പ്രൊബബിലിറ്റി അഥവാ സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ പേരുകളുടെ എണ്ണം വേണം. രണ്ടും ആൺകുട്ടികളാകുന്ന ജോഡികൾ നമുക്കറിയാം ബി ഇൻറ്റു പി അഥവാ 30 ഇൻറ്റു 15 ഈസ് ഈക്വൽ ടു 450. അങ്ങനെയാണെങ്കിൽ പ്രൊബബിലിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? 450/2000 450/2000 ഈസ് ഈക്വൽ ടു നമ്മളൊന്ന് ലഘൂകരിച്ചാൽ 9/40 എന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നമ്മോട് ആവശ്യപ്പെട്ടത് എന്താണ്? നമ്പർ ഓഫ് പേഴ്സ് ഓഫ് 1 ബോയ് ആൻഡ് 1 ഗേൾ. അതായത് ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആകാനുള്ള സാധ്യതയാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് അത്തരം പേരുകളുടെ എണ്ണം നമുക്ക് എങ്ങനെ കാണാം? ബി ഇൻറ്റു ജി പ്ലസ് ജി ഇൻറ്റു ബി. ഇങ്ങനെ ഒരു എതിർ ഗുണനം നടത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ്? 750 പ്ലസ് 300 ഈസ് ഈക്വൽ ടു എത്ര എഴുതാം? 1050 1050. അങ്ങനെയാണെങ്കിൽ പ്രൊബബിലിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? 1080/2000 ലഘൂകരിച്ച് കഴിഞ്ഞാൽ 21/40. നിർബന്ധമില്ല, 1050/2000 എന്ന് എഴുതിയാൽ തന്നെ ആൻസർ ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ അവസാന ക്വസ്റ്റ്യൻ പരിശോധിക്കുകയാണെങ്കിൽ എന്താണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്? വാട്ട് ഈസ് ദ പ്രൊബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ബോയ് അല്ലേ? ഒരാൺകുട്ടിയെങ്കിലും ആകാനുള്ള സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ആൺകുട്ടി ഉൾപ്പെടുന്ന 2 ഗ്രൂപ്പുകളുണ്ട്. അവയുടെ പേഴ്സിൻ്റെ എണ്ണത്തിൻ്റെ സമ്മ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിന് ആൻസർ ചെയ്യാൻ കഴിയും. അതായത് 450 പ്ലസ് 1050 എത്ര എഴുതാം? 1500. പ്രൊബബിലിറ്റി 1500/2000 അല്ലേ? യെസ്, നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.